CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED നടത്തിയ റെയ്ഡ് നമ്മുടെ ഓർമ്മയിലുണ്ട്. 2020 അത്. ആ റെയ്ഡ് നടന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് എന്തായിരുന്നു കേട്ടുനോക്കാം. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. 2020 പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല, അതറിഞ്ഞാൽ മാത്രമേ പറയാനാകൂ എന്ന് ഇപ്പോൾ നമ്മൾ പിണറായി വിജയനെ സംസാരിക്കുന്നതാണ്. 2020 പ്രതികരണം കൊടുക്കുമ്പോൾ തൊട്ടിപ്പുറത്തെ ബോക്സിൽ കണ്ടത് ബിനീഷ് കോടിയേരി ആ വീട്ടിന് മുന്നിൽ വന്ന് പിണറായിയുടെ തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലെ വീട്ടിന് മുൻപിലിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ നേരത്തെ കേട്ടു. ബിനീഷിന്റെ കുട്ടിയെ പറ്റി പറഞ്ഞു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, തീരെ ചെറിയ കൊച്ചായിരുന്നു, തീരെ ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടി വരെ അത്രയും മണിക്കൂറുകളോളം ആ റെയ്ഡിന്റെ ഭാഗമായി തടഞ്ഞു വെക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായതും അവിടെ ബാലാവകാശ ലംഘനം ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പാർട്ടിയുടെ പ്രശ്നമായി ഏറ്റെടുക്കുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉണ്ടായത് എന്തുകൊണ്ട് പാർട്ടി ആ തലത്തിൽ ഏറ്റെടുത്തില്ല, അതിനെ ആ തരത്തിൽ വിമർശിച്ചില്ല, മാറി നിൽക്കേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണന് എന്നുള്ള ചോദ്യമാണ്.